കടലിൽ വെള്ളം കയറിയ ബോട്ടിനെയും 11 തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് കരക്കെത്തിച്ചു. കൊല്ലം നീണ്ടകരയിൽ നിന്നും പോയ സെന്റ് പീറ്റേഴ്സ് ബോട്ടിനെയാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെ കടലിൽ വെച്ച് വെള്ളം കയറുകയായിരുന്നു. ബോട്ട് കായംകുളം ഹാർബറിലെത്തിച്ചു. പാലക്കാട് മംഗലം ഡാം കടക്കപ്പാറയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി. കടക്കപ്പാറയിൽ കുടുങ്ങിയത് വെള്ളച്ചാട്ടം കാണാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശികൾ. കനത്ത മഴയിൽ പോത്തൻതോട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യുവാക്കൾ കടക്കപ്പാറയിൽ അകപ്പെടുകയായിരുന്നു. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. പുതിയ അധ്യയന വർഷത്തിൽ കോഴിക്കോട് തോട്ടുമുഖം ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരിപാടികൾ ആരംഭിച്ചത് കുട്ടികൾ അണിനിരന്ന റാലിയോടുകൂടി. ആഘോഷ പരിപാടികൾ കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശുഭു ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഊർക്കടവ് പുഴയിൽ ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് പാറക്കെട്ടിന് സമീപത്ത് നിന്ന്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കാണാതായത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് കുവളശ്ശേരി സ്വദേശി വിനീത്, കിളിമാനൂർ സ്വദേശി ജ്യോതി വിജയകുമാർ എന്നിവർ. 10 ദിവസം മുൻപാണ് ബൈക്കിലെത്തിയ ഇരുവരും കോഴോട് സ്വദേശി സജിലകുമാരിയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. തൃശൂർ കലൂരിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. മരിച്ചത് മാവിൻചുവട് സ്വദേശി ദേവദാസ്. ദേവദാസിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് ചിതലിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം. തമിഴ്നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറിയും ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ ലോറി തലകീഴായി മറിഞ്ഞു. സ്വകാര്യ ബസിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവല്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് വള്ളംകുളം സ്വദേശി സോമൻ, സോമോഷ് എന്നിവർ. പ്രതികളുടെ കടയിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു. ഒളിത്താവളം കണ്ടെത്തിയത് ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന്. ഉത്തർപ്രദേശിലെ മീററ്റിൽ കാറിന് തീപിടിച്ച് 4 പേർ വെന്തു മരിച്ചു. ഡൽഹിയിൽ നിന്നും മീററ്റിലേക്ക് കാറിൽ യാത്ര ചെയ്ത 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലെന്ന് പോലീസ് സൂപ്രണ്ട്.